ഡീൽ ആരോപണമല്ലല്ലോ. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് 2020 എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് 18ഓളം സീറ്റുകൾ കൊടുത്തു NDA മുന്നണിയിൽ. അവർ മത്സരിക്കുന്ന സീറ്റുകളും അവരുടെ സ്ഥാനാർത്ഥികളും എടുത്തു നോക്കണം. അതുപോലെ തന്നെ CPM നിർത്തിയ സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കണം, BJP നിർത്തിയ സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കണം. ഇത് ഞങ്ങൾ പറയുന്നില്ല, BJPയുടെ അണികൾ പറയുന്നുണ്ട്, CPMൻ്റെ അണികൾ പറയുന്നുണ്ട്. അവർക്ക് ജയസാധ്യതയുണ്ടെന്ന് അവർ വിചാരിക്കുന്ന സീറ്റുകളിൽ പോലും അവർ സീറ്റെടുക്കാതെ മറ്റ് കക്ഷികൾ കൊടുത്തിരിക്കുകയാണ്, അവിടെ പ്രസക്തമല്ലാത്ത കക്ഷികൾക്ക്. അപ്പോൾ അതിലർത്ഥം എന്താണ്? ഇത് ഞങ്ങൾ വെറും ആരോപണം പറയുന്നത്. ഇത് കുറേ നാളായിട്ടുണ്ട്. PMC എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒപ്പിട്ടത്? പാവപ്പെട്ട CPI മന്ത്രിമാരെ പോലും അറിയിക്കാതെ അവർ മന്ത്രിസഭയിൽ ചോദ്യം ചോദിക്കുമ്പോൾ PMCയിൽ ഒപ്പിട്ടതിന് വേണ്ടിയിട്ടായിരുന്നു. ലേബർ കോഡ് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ആദ്യം അതിൻ്റെ കരട് അംഗീകരിക്കാൻ എന്തിനാണ് കേരള ഗവൺമെൻറ് തയ്യാറായത്? അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് കേന്ദ്ര ഏജൻസികൾ കൊട്ടിഘോഷി അന്വേഷിക്കുന്ന ഒരു അന്വേഷണവും നടക്കുന്നില്ലല്ലോ കേരളത്തിൽ. അപ്പോൾ ഇതൊരു ഒത്തുകളിയാണ്, പരസ്പരം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളി. അത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഡീല് ആവർത്തിച്ചു എന്നുള്ള സത്യമാണ്. ഇത് BJPയിലെയും CPMലെയും അണികൾക്ക് ദഹിക്കുന്നില്ല എന്നുള്ള വ്യക്തമാണ്. ഇന്ത്യ സഖ്യവും ഇതുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ബംഗാളിൽ അങ്ങനെയാണെങ്കിൽ CPM മമതാ ബാനർജിക്കെതിരെയല്ലേ മത്സരിക്കുന്നത്? മമതാ ബാനർജിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ഇതിനകത്ത് ദേശീയ തലത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇത് കേരളത്തിലെ രണ്ടുപേരെ പറയണം, ഒരു സംശയമില്ല. കേരളത്തിലെ CPM പിണറായി വിജയൻ്റെ അധീനതയിലാണ്. അതല്ലേ ഗോവിന്ദൻ, TK ഗോവിന്ദനും അതല്ലേ കുഞ്ഞികൃഷ്ണനും അതല്ലേ സുധാകരനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സുധാകരൻ ഇന്നലെ പറഞ്ഞു നോക്കിയാട്ടെ, കൃഷ്ണപിള്ള പോലുള്ളൊരു മഹാനായ നേതാവിൻ്റെ സ്മാരകം കത്തിച്ചത് പോലും CPM തന്നെയാണെന്നാണ് പറഞ്ഞത്. എന്ത് ഗൗരവതരമായ കാര്യമാണിത്. ശബരിമലയിൽ ഏറ്റവും വലിയ കൊള്ള നടന്നപ്പോൾ, ആ കൊള്ള ജനം ഏറ്റെടുത്തപ്പോൾ, സർക്കാരിനെതിരായിട്ട് ജനവികാരം ഏറ്റവും ശക്തമായി വന്നപ്പോൾ, നമുക്കറിയാം അയ്യപ്പൻ്റെ സ്വർണം കക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലല്ലോ. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, CPMൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ ജയിലിൽ കിടന്നപ്പോൾ പ്രതിക്കൂട്ടിലായ സർക്കാർ എന്താ ചെയ്തത്? അന്നേരം അത് മെല്ലെ കോൺഗ്രസിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ടെന്ന് വരുത്തിക്കാനായിരുന്നു ആ ആരോപണം വന്നത്. അതിപ്പോൾ തെളിഞ്ഞില്ലേ? ഇവർ ചെയ്ത കള്ളത്തനം മറച്ചു പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പൊള്ളയായ ആരോപണം ഞങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അത് ശരിയല്ല എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞില്ലേ? അപ്പോൾ കൃത്യമാണ്, അമ്പലക്കൊള്ള എന്ന് പറയുന്നത് CPMന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. അവർ നടത്തിയിരിക്കുന്ന കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. ജനം അത് മറന്നിട്ടില്ല. ആ കൊള്ള നടത്തിയവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചത്. 200 ബാറുകൾക്ക് ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലൈസൻസ് പുതുക്കിക്കൊടുത്തു ഈ സർക്കാർ. എപ്പോൾ? ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ കോടികളാണ് ഒഴുകിയിരിക്കുന്നത് അതിനകത്ത്. മുഖ്യമന്ത്രി അതിന് മറുപടി പറയാം. ആ മുഖ്യമന്ത്രി, ഞാൻ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഇത് ആവർത്തിച്ചു, മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്നില്ല. ഞങ്ങൾക്കെതിരെ എന്ത് വേണമെങ്കിലും എൻ്റെ ഭരണം ഇവരുടെ കയ്യിലായിരുന്നോ? പോലീസുകാരുടെ കയ്യിലായിരുന്നു. മുകളിൽ മോഡി ഉണ്ട്, CBI ഉണ്ട്, ED ഉണ്ട്. എന്താ അന്വേഷിക്കാത്തത്? അതെന്താ? നേരെ മറിച്ച് ഈ കോഴ ആരോപണത്തിന് മറുപടി പറ. ഇതിനകത്ത് 200 ബാർ അനുവദിച്ചാൽ മുഖ്യമന്ത്രി അടക്കം അറിഞ്ഞുകൊണ്ട് കോഴ വാങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കം അറിഞ്ഞുകൊണ്ടാണ് കോഴ വാങ്ങിയിരിക്കുന്നത്. അതിന് മറുപടി പറ. UDF അഷ്റഫ് സുഖമായിട്ട് ജയിക്കും. ഞങ്ങളുടെ MLA മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ജനകീയനായിട്ടുള്ള MLA ആണ്. അഷ്റഫിനെ തോൽപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അഷ്റഫ് ജയിക്കും. ഇത്രയും മനസ്സിലായില്ലേ? ഞങ്ങളെല്ലാവരും ഇന്നലെ കോഴിക്കോടുണ്ടായിരുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ ഒരു നേതാവ് തീരുമാനിക്കുന്ന പാർട്ടിയല്ല ഇത്. ഒരു നേതാവ് മാത്രം തീരുമാനിക്കുന്ന പാർട്ടിയല്ല ഇത്. ഇത് മനസ്സിലായില്ലേ? നിങ്ങൾ കുറച്ച് ആളായിട്ട് പറയും. കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ എന്തിൻ്റെയും പേരിൽ ഭിന്നതയോടെ നിൽക്കുന്നവരല്ല. ഞങ്ങളുടെ എല്ലാവരും ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ സർക്കാരിനെ താഴെ ഇറക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക.